തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ലക്ഷ്മീദേവി ഭൂമിദേവി സമേതനായ മഹാവിഷ്ണുവാണ്. ഭഗവത് ചൈതന്യം ജനാർദ്ദനസ്വാമിയായി ഇവിടെ കുടികൊള്ളുന്നു. സമ്പത്തിൻ്റെ ഭഗവതിയായ ലക്ഷ്മീദേവിയും സർവം സഹയായ ഭൂമിദേവിയും ഭഗവാന്റെ ഇരുവശങ്ങളിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. 6 അടി ഉയരം വരുന്ന അഞ്ജനാശില നിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ജനാർദ്ദനസ്വാമിയുടെ പ്രതിഷ്ഠ. സാധാരണ വിഷ്ണു വിഗ്രഹങ്ങൾ പോലെ നിൽക്കുന്ന രൂപത്തിലാണ് ജനാർദ്ദനസ്വാമിയുടെയും വിഗ്രഹം. ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും ഇടത് കൈയിൽ പാഞ്ചജന്യവും മുന്നിലെ ഇടത് കൈയിൽ ഗദയും കാണാം. എന്നാൽ മുന്നിലെ വലതു കൈയിൽ താമരയ്ക്കു പകരം ഭക്ഷണപാത്രമാണ് കാണപ്പെടുന്നത്. ഐതിഹ്യപ്രകാരം ബ്രഹ്മാവ് നടത്തിയ യാഗത്തിനിടയിൽ ഹവിർഭാഗം മുഴുവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സങ്കല്പത്തിലാണ് ഭക്ഷണപാത്രം കയ്യിലേന്തിയിരിക്കുന്നത്. എന്നാൽ ഇത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായും കണക്കാക്കപ്പെടുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും ഭഗവാന്റെ ഈ കൈകൾ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഇത് മുഴുവനായി അദ്ദേഹത്തിൻ്റെ വായോട് ചേരുന്ന നിമിഷം ലോകം അവസാനിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. പാൽപ്പായസം, തുളസിമാല, ത്രിമധുരം, അപ്പം, അട, സഹസ്രനാമാർച്ചന, ചന്ദനം ചാർത്ത്, ലക്ഷ്മീനാരായണ പൂജ എന്നിവയാണ് ജനാർദ്ദനസ്വാമിയുടെ പ്രധാന വഴിപാടുകൾ. ജനാർദ്ദനസ്വാമിയോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടെ ശിവനും ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ശ്രീരാമൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ദക്ഷിണ കാശി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ ദർശനം നടത്തിയവും ദുരിതമുക്തിയും മോക്ഷവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അറബിക്കടലിൻ്റെ തീരത്ത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിതൃതർപ്പണത്തിന് വളരെയധികം പേരുകേട്ട ക്ഷേത്രമാണ്. കർക്കിടക വാവു ദിവസം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിനടുത്തുള്ള പാപനാശം ബീച്ചിൽ തൻ്റെ പിതൃക്കൾക്കായി ബലിതർപ്പണത്തിനെത്തുന്നത്. ഈ ക്ഷേത്രത്തിൽ തൊഴുത് ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവിന് സ്വർഗമോ ഭഗവാന്റെ സന്നിധിയിൽ മോക്ഷമോ ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജനാർദ്ദനസ്വാമി വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുള്ളത് ഇപ്രകാരമാണ്. ഒരു കാലത്ത് വിദേശികളുടെയും മറ്റും ആക്രമണം കാരണം ക്ഷേത്രം തകർന്നു പോയിരുന്നു. ആ സമയത്ത് കടുത്ത മാനസിക സമ്മർദ്ദവും ബാധോപദ്രവവും മൂലം പൊറുതിമുട്ടിയിരുന്ന പാണ്ഡ്യരാജാവ് വർക്കല ക്ഷേത്രം സന്ദർശിക്കാനിടയായി. വർക്കലയിലെത്തിയ അദ്ദേഹം നാശോന്മുഖമായ ജനാർദ്ദനസ്വാമി ക്ഷേത്രം കാണാനിടയായി. ആ ക്ഷേത്രം നന്നാക്കണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാഗ്രഹമുണ്ടായി. അദ്ദേഹം ജനാർദ്ദനസ്വാമിയോട് പ്രാർത്ഥിച്ചു. ധ്യാനത്തിലിരുന്ന അദ്ദേഹം ഒരശരീരി കേൾക്കുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു: എൻ്റെ വിഗ്രഹം കടലിനടിയിലാണ് ഇപ്പോഴുള്ളത്. അത് പുറത്തെടുക്കണം. അതിനായി കടൽ തീരത്തേക്ക് പോവുക. അവിടെ തകർന്ന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. അവിടെ തീരത്തോട് ചേർന്ന കടലിൽ പൂക്കൾ നിറഞ്ഞ ഒരു പ്രദേശം കാണാൻ സാധിക്കും. അവിടെ ഇറങ്ങി നോക്കുക. എൻ്റെ വിഗ്രഹം ലഭിക്കും. അതിൻ്റെ മുന്നിലെ വലതു കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു സ്വർണ്ണ കൈ വെച്ച് പിടിപ്പിക്കണം. അതോടെ നിന്നെ ബാധിച്ചിരിക്കുന്ന ബാധോപദ്രവം ഇല്ലാതാകും. ഭഗവാന്റെ അരുളപ്പാടാണ് ഇതെന്ന് മനസ്സിലാക്കിയ രാജാവ് കടൽ തീരത്തെത്തുകയും വിഗ്രഹം കണ്ടെടുക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ വിഗ്രഹത്തിൻ്റെ മുന്നിലെ വലതു കൈ നഷ്ടപ്പെട്ടിരുന്നു. അവിടെ സ്വർണത്തിൽ ഒരു കൈ വെച്ച് പിടിപ്പിക്കുകയും അത് ഉറച്ചു പോവുകയും ചെയ്തു. തുടർന്ന് തൻ്റെ ചെലവ് മുഴുവൻ വിനിയോഗിച്ച് അദ്ദേഹം ക്ഷേത്രം പണിതു. അങ്ങനെയാണ് ഈ ക്ഷേത്രവും പ്രതിഷ്ഠയും നിലവിൽ വന്നതെന്നാണ് ചരിത്രം. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ക്ഷേത്രത്തോട് ചേർന്ന് മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്താൽ നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ചക്രതീർത്ഥവും ഭഗവാന്റെ പാദതീർത്ഥം എന്ന സങ്കല്പത്തിൽ മറ്റൊരു ചെറിയ കുളവും കാണാം. ചക്രതീർത്ഥത്തിൻ്റെ കിഴക്കേ കരയിൽ ഒരു ചെറിയ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രമുണ്ട്. പാദതീർത്ഥത്തോട് ചേർന്ന് ചെറിയ ഒരു ശാസ്താക്ഷേത്രവും കാണാം. വടക്കേ പ്രവേശന കവാടത്തിൽ ലക്ഷ്മീദേവി ഭൂമിദേവി സമേതനായ മഹാവിഷ്ണുവിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ഇരുവശങ്ങളിലുമായി ഗരുഡൻ്റെയും ഹനുമാൻ്റെയും രൂപങ്ങളും കാണാം. ഭക്തവത്സലനായ ജനാർദ്ദനസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ.
കൃഷ്ണ കാരുണ്യ